നമസ്കാരം. വ്യാഴാഴ്ച രാത്രി 11:30 വരെയുള്ള ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. വരുന്നത് നൂറയാണ്. നൂറയ്ക്ക് 1,24,950 വോട്ട്. ആദിലയ്ക്ക് 1,18,346, മിന്നിക്ക് 1,05,874, ഒനിയലിന് 92,554, രേണുസുതി മൂന്നാം സ്ഥാനത്തേക്ക് പോയിക്കാണ് 91,374, ആര്യന് 71,639. ഇതാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് നില. ഇനിയും ഇത് കുറച്ചുകൂടെ മാറി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് നില വെച്ച് നമുക്ക് ആര് ഈ ആഴ്ച എവിക്റ്റ് ആകും എന്നുള്ളതാണ്. ആര്യനാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. 78,639 വോട്ടുകളേ ഉള്ളൂ. എന്നാൽ ഈ ആഴ്ച രേണുസുതിയാണോ ആര്യനാണോ ഒനിയിലാണോ പോകുന്നത്? ഒനിയലിന് ഇപ്പം വോട്ടിംഗ് ശതമാനം കയറിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെ വരും എന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ് ഇത് വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ജയിൽ നോമിനേഷൻ ആയിരുന്നു. ഒന്നടങ്കം സ്വേച്ഛാധിപതികളായിട്ട് അവിടെ ജിസയിലും നെവിനും വന്നെങ്കിൽ സ്വേച്ഛാധിപതികളായി മാറിയത് അനീഷും അനുമോളുമാണ്. എല്ലാവരും കൂടെ ചേർന്ന് അവരെ ക്രൂശിച്ചേക്കാണ്. കാര്യം ഇവരുടെ ഒരു ടാറ്റിക്സ്, അനീഷിന്റെ ടാറ്റിക്സ് അനുമോള് ഏറ്റെടുത്തോടുകൂടി അനുമോളെ എല്ലാവരും വെറുത്ത് ഒരു സൗഹൃദം, ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാത്ത ഒരു സൗഹൃദം വെച്ച് ഉള്ളൊരു അവരുടെ പോക്ക് അവരെ ജയിലിലേക്ക് വെച്ചു. ലേലുകൊല്ലു എന്നെ പുറത്തേക്ക് ഇറക്കി വിടും, അങ്ങനെ ഒന്നും ഒരു റിക്വസ്റ്റ് ഓരോ സ്റ്റിക്കി നോട്ടിലും എഴുതി അത് ഒട്ടിക്കണം. കുറെ സ്റ്റിക്കി നോട്ട് കൊടുത്തിട്ടുണ്ട്. വെളുപ്പനെ വരെ ജയിലിൽ കിടക്കായിരുന്നു. ഇനി എപ്പോൾ ഇറക്കും എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വരുന്നവരെയാണോ അതോ ഇന്ന് വൈകുന്നേരം വരെയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ കൃത്യമായ ഒരു കഴിഞ്ഞ ഒനിലിന്റെ ഒക്കെ ടാസ്ക് നോക്കുമ്പോൾ ഇത് വെറും സിമ്പിൾ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഈ ജയിലില് ഇപ്പൊ ഒരു മയപ്പെടുത്തിയിട്ടുണ്ട് ശിക്ഷകൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്തില് വൈൽഡ് കാർഡ് ആരൊക്കെ വരും, ബാല വരും എന്നൊരു റൂമറുണ്ട്. പിന്നെ ആക്ടർ ബാല വരും. ആക്ടർ ബാല വരാൻ സാധ്യത എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. ആക്ടർ ബാല വന്നാൽ ഇന്നത്തെ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ശരി, വൈൽഡ് കാർഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എൻട്രികൾ വരും. ഓണത്തിന് ശേഷമെങ്കിലും ബിഗ് ബോസ് ഇതിനകത്ത് കുറച്ചു പേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് കുറെ നല്ല ആൾക്കാർ ഈ അനുമോടെ പ്ലിങ് കളികളും പിന്നെ അതുപോലെ ഇതിനകത്തില് സെന്റി നാറി പട്ടി ചായപ്പ് എന്ന് വേണ്ട തെറി പറയുന്ന കുറെ കണ്ടസ്റ്റൻസ് ഇതിനകത്തിൽ പരസ്പരം 2-3 ഗ്രൂപ്പുകളായിട്ട് പരസ്പരം പഴിഞ്ഞാരി ഒരു കാര്യമില്ല. കിച്ചണിലോട്ട് കയറി വഴക്ക്, ലിവിംഗ് റൂമിൽ വന്ന വഴക്ക്, ഡൈനിങ്ങിൽ ഇരിക്കുമ്പോൾ വഴക്ക്, എവിടെ നോക്കിയാലും വഴക്ക്. ഇവരുടെ ധാരണ വഴക്കിട്ട് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടാൽ അവരായിരിക്കും ഒന്നാമത് വോട്ടിങ്ങിലും ഒക്കെ വരുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ആരിന്റെ ഗ്രാഫ് പോയതിന്റെ കാര്യം ഒന്നാണ്. രേണുസുതി കുറച്ച് മുകളിലായിരുന്നു വോട്ടിങ്ങില്. നല്ലൊരു ഫാൻ സെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ശരി, രേണുസുതി ഇപ്പോൾ അത് കുറച്ച് ഗ്രാഫ് താന്നിട്ടുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് ബിന്നി മാറി. അങ്ങനെ ഓരോരുത്തരുടെയും വോട്ടിംഗ് നില മാറിക്കൊണ്ടിരിക്കുകയാണ്. നൂറ, ആദില അവരാണ് ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിൽക്കുന്നത്. കാര്യം ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അനുമോളുമായിട്ടുള്ള പ്രശ്നത്തില് അവരുടെ കൂടെ നിന്നുകൊണ്ട് നെവിനെ പുറത്താക്കുന്നത് കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മള് വീക്ഷണമല്ലല്ലോ പബ്ലിക്കിനുള്ളത്. അത് ഹോട്ട്സ്റ്റാർ ഇത് വരുമ്പോൾ വോട്ടിംഗ് വരുമ്പോൾ നല്ല വോട്ടിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ സേഫാണ്. എന്നതിലിപ്പം ആരും ഇപ്പോഴത്തെ ഒരു കളി വെച്ച് വിടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം മറ്റുള്ളവരാരെങ്കിലും പോകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ആരായിട്ട് ഈ ആഴ്ച ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച, അതായത് ഇന്ന് എവിക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. രാജേട്ടൻ ഇന്ന് വരുമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.